നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം, അതാണ് രാഷ്ട്രീയക്കാരുടെ ചുമതല. അല്ലാതെ അന്തർദേശീയ കാര്യം മാത്രമല്ല. ചില സഖാക്കൾ സ്റ്റേജ് കിട്ടിയാൽ അന്തർദേശീയ കാര്യം മാത്രം പറയും. നമ്മൾ ലോക്കൽ കാര്യം മുതൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെയാണ് പോകേണ്ടത്. ബേസിക്കലി ഞാൻ അധ്യാപകൻ കൂടിയാണ്. ആ ചെറുതിൽ തുടങ്ങിയാലുണ്ടല്ലോ, കഴിഞ്ഞ മാർച്ച് 31 കേരളത്തിലെ 40% വരുന്ന ഒരു വിഭാഗത്തിൽ ആഘോഷമുണ്ടായി. അതിന് നമുക്ക് വേണമെങ്കിൽ ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്തർ എന്നൊക്കെ പറയാം. ആ 40% വരുന്നവർ ആഘോഷിച്ച ആ ഒരു പരിപാടിക്ക്, അത് ദേശവ്യാപകമായിട്ടല്ല, അന്തർദേശീയ ലെവലിൽ നടന്നതാണ്. നമുക്ക് കേരളത്തിലെ കാര്യം മാത്രം പറയാം. പിണറായി സഖാവ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സൗജന്യം അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുന്നതിൽ കൂടി എന്താണ് ആ സമുദായത്തിന് വേണ്ടി കൊടുത്തത്? ഇപ്പോൾ വിഷു വന്ന് ഈസ്റ്റർ വന്ന് നല്ല കാര്യം, അല്ലാതെ ഒരു തെറ്റുമില്ല. അതിലിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കിട്ട് കുറേയൊക്കെ സബ്സിഡി കൊടുക്കുന്നു, കുറച്ച് വില കുറച്ച് കൊടുക്കുന്നു, ഒക്കെ കൊടുക്കും, നല്ല കാര്യം. എന്തെങ്കിലും 40% ആ വിഭാഗത്തെ ശ്രദ്ധിക്കാതെ പോയത് പിണറായി സഖാവിന് ഗവൺമെൻറ്റും. അപ്പോൾ അവർ പോലും ഈ സമുദായത്തിന് ഇനി വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ആ സമുദായത്തെ അകത്തിയിട്ട് മറ്റ് 2 സമുദായങ്ങൾ യോജിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് ലാസ്റ്റ് കളിയാണ്, അപകടത്തിന് കളിയാണ്. ഞാൻ ആമുഖമായി പറഞ്ഞുള്ളൂ. അപ്പോൾ ആരും പറ്റിക്കരുത് സഖാവ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും യുക്തിയും പാർട്ടിയുടെ ശക്തിയൊക്കെ വെച്ച് പാവപ്പെട്ട സമുദായത്തെ പറ്റിക്കരുത്. അത് ഏതുപോലെ എന്നറിയൂ. മുനമ്പത്ത് കുടുംബക്കാർ, അത് ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. അതിൽ കുറേ സത്യമുണ്ട്. അവർ മണ്ടന്മാരായതുകൊണ്ട് അവരത് ഗൗരവം മനസ്സിലാകില്ല, എങ്കിൽ അതിൽ സത്യമുണ്ട്. അവിടെ പൈസ കൊടുത്ത് ഭൂമി വാങ്ങിയവരുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം സർക്കാർ കൊടുക്കും. അതിന് സർക്കാരിനെ സമീപിക്കാതെ, കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടിയെ സമീപിക്കാതെ, ഒരു MLA പോലും ഇല്ലാത്ത BJPയുടെ വാക്ക് കേട്ട് അവർ വീടുകളിലൊക്കെ കൊടി കയറ്റിയപ്പോൾ പാവം ഇവരെന്താ പറയുക? എത്ര ബുദ്ധിശൂന്യായിപ്പോലുള്ളതാണ്. ഇനിയിപ്പോൾ ഒറ്റ വഴി ബെഡ്റൂമിൽ കൂടി BJP കൊടി കയറ്റുക, എന്നിട്ട് അവിടെ ഇരുന്ന് ഈശോ വിശ്വാസം വർദ്ധിക്കാം. മന്ത്രി പറഞ്ഞ് ഒരു രക്ഷയില്ല. എന്നിട്ട് ഇന്ന് പിതാവ് പറയാണ് ഏതാണ്ട് അത് ശരിയായ മട്ടാണെന്ന്. ഇത് കിട്ടുന്നത് ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നു. ഇങ്ങനെ ഗിഡ്ജു വന്ന് ആദ്യമായിട്ട് ഗിഡ്ജിനോട് ബീഹാറിൽ ബുദ്ധ വിഭാഗങ്ങൾക്ക് മാത്രം വിട്ടുകിട്ടുന്നതെങ്കിൽ അവിടെ സമരം ചെയ്യുന്നുണ്ട്. അതിലൊരു പങ്കെടുത്ത് ഒരു പരിഹാരം കാണുക. ബാബരി മസ്ജിദ് മാത്രം പരിഹരിച്ചാൽ പോരല്ലോ, അതും പരിഹാരം കാണുക. റിഡ്ജുണ്ട് അങ്ങനെ പറയും. അപ്പോൾ ഒരു ചാളയുടെ തല കൊണ്ട് പൂച്ചയുടെ സ്വഭാവം മനസ്സിലാക്കി എന്ന് പറയും പോലെ നമ്മുടെ ഈ സഭാപിതാക്കളെ, അല്ലാതെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, മീൻപിടുത്തക്കാരെ പറ്റും, അവർക്ക് എന്തറിയാം? അവർ പറയുന്ന കുഞ്ഞാടുകൾക്ക് വല്ലതും അറിയാമോ? ഈ വലിയ ആടുകൾ പറയുന്നല്ലേ അവർക്കറിയാവുള്ളൂ. ആ വലിയ ആടുകൾ സഭാ നേതൃത്വം പറഞ്ഞില്ലേ ഇപ്പം ശരിയാവും. അതായത് വേളാങ്കണ്ണി പള്ളിയുടെ ഗുരുത്വം കൊണ്ട് എന്ത് പാസ്സായി? ബില്ല് പാസ്സായി. എന്തൊരു ആഘോഷം! ഇവിടെ പിന്നെ പടക്കം പൊട്ടിക്കലായിരുന്നു മുനമ്പത്ത്. അന്ന് രാത്രി ഇവിടെ പടക്കം പൊട്ടിക്കുമ്പോൾ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻസ് ഫാദിമാരൊക്കെ തട്ടി തവിടുപൊടിയാക്കുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറയാതിരിക്കും. ഞാൻ എന്ത് സംസാരിച്ചു, ഞാൻ CP ജോൺ സാറിൻ്റെ മുഖം കാണും. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പക്ക രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഒരു MLA ആകെ കഴിവെങ്കിലും മന്ത്രി കിട്ടുന്ന ആഗ്രഹിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയാൻ പറ്റും. ഇങ്ങനത്തെ താഴാൻ പറ്റില്ല. ഞങ്ങൾക്ക് താഴാണ്, ഭൂമികൾ താഴെ. ഞങ്ങളെന്ത്, അതായത് വഖഫ് ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ക്രിസ്തീയ സമുദായത്തിന് അതായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. കടലാടി പോലെയാണ്. ഒൻപം വിഷയവും ഇപ്പോൾ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒക്കെ നിയമത്തിൽ യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഓർഗനൈസർ ലേഖനം വന്നപ്പോഴാണ് ചിലർ തല പുറത്തേക്കിട്ടിട്ട് അത് തെറ്റായിപ്പോയി എന്ന്.
ഇപ്പോഴും പിതാക്കന്മാർ പറഞ്ഞല്ലോ. അത് ഞങ്ങൾ എല്ലാം ഒന്നും അത് വായിച്ചു നോക്കിയില്ല. അപ്പോൾ അമുസ്ലിങ്ങളെ ഇത് ചേർക്കണം എന്നുള്ളതൊക്കെ തെറ്റാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് ഓർഗനൈസറിൽ സഭയുടെ സ്ഥലം പിടിച്ചെടുക്കും എന്നുള്ള രീതി വന്നപ്പോൾ ഇപ്പോൾ എല്ലാം നമുക്ക് യോജിച്ച് നിൽക്കാമെന്ന് അല്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഒരേ തോൽ പക്ഷികളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അവർ യോജിച്ച് നിന്നേ പറ്റൂ. എന്തെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ യോജിച്ച് നിൽക്കണം. ആ യോജിച്ച അത് ശക്തി തന്നെയാണ്. അത് നിങ്ങൾ കരിക്കാട്ടി കളഞ്ഞില്ലേ. ഒന്നോ രണ്ടോ എല്ലാ പിതാക്കന്മാരല്ല, 2-3 പിതാക്കന്മാരുടെ അകത്ത് പോകാതിരിക്കാൻ വേണ്ടി, കേസിൽ പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളത് അവർക്ക് കൊടുത്തില്ലേ. നമ്മുടെ അന്തോണി സാറ് മകന് ജാമ്യം കൊടുത്തോലെ. അന്തോണി സാറിൻ്റെ ഭാര്യ അവിടെ കൃപാസനത്തിൽ പോയി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സ്വപ്നം കിട്ടി, അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ BJP ചേർന്ന് പറഞ്ഞു. എവിടെയാടോ മാതാവേ മകനിപ്പോൾ MP ആയോ മന്ത്രിയായോ? ജീവിച്ചിരിപ്പുണ്ടോ മനുഷ്യൻ? നിങ്ങൾ വലിയ സമാധാനമൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ അച്ഛനോടൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ കിട്ടിക്കരുത്. എവിടെ പോയി നിങ്ങൾ? മകനെ കേൾക്കാനില്ല, കാണാനില്ല. അതുപോലെ വേളാങ്കണ്ണി പള്ളിയുടെ ഗുരുത്വം കൊണ്ടാണ് ബില്ല് പാസ്സായെന്ന് പറഞ്ഞു. അതുകൂടി പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ദൈവങ്ങൾക്കുള്ള ശക്തി ഞങ്ങളതൊന്നും കുറച്ച് കാണുന്നില്ല, ഒരു ദൈവത്തെയും കുറച്ച് കാണുന്നില്ല. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ, ഏതെങ്കിലും ദൈവം, ഏത് മതത്തെങ്കിലും ദൈവം, ഞാൻ ഇവിടെ ഒരു രൂപ തൊട്ട് വയ്ക്കും. ആ തൊട്ടൊന്ന് അനക്കാമെങ്കിൽ അവ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. പറ്റില്ല 100%. അങ്ങനെ അനക്കാൻ പറ്റി ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഇന്ന് ലോകത്തില്ല. ഒരു ദൈവം, അവരെ ഒരു മതം മാത്രമല്ല, ഒരു ദൈവവും ഇല്ല. ഞങ്ങൾ വെല്ലുവിളിക്കാക്കത്തിൽ ഇവിടെ ഒരു തൊട്ട് വയ്ക്കും, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ 1 രൂപ തൊട്ട് വയ്ക്കും. ആ തൊട്ടൊന്ന് അനക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ കഴിവുള്ള ദൈവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കാല് തൊട്ടുവന്നു ഇല്ല. ഒരു ജാതിയിലും ഇല്ല, ഒരു ജാതി മാത്രമല്ല. അപ്പോൾ അത് ദൈവമൊക്കെ തട്ടിപ്പാണ് വേറെ കാര്യം. അപ്പോൾ ഒക്കെ ബില്ലായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആ ബില്ല് പാസ്സാക്കിയപ്പോൾ എന്തൊരു ആഘോഷമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. കൊടി കയറ്റിയില്ല നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ. ഇനി ആ ബെഡ്റൂമിൻ്റെ മുമ്പിൽ കൊടി കയറ്റ് BJPയുടെ. എന്നിട്ട് അവിടെ നിന്ന് ഈശോ വിശ്വാസ സുജയെ പാടിക്കാം. നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, അറിവില്ലായ്മ ഒരു കുറ്റമല്ല. മുൻപത്തെ സാധാരണക്കാരോട് പറയാം, അറിവില്ലായ്മ കുറ്റമല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയുണ്ട് കേരളത്തിൽ, സ്റ്റേറ്റ് ഭരിക്കുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ് വിഷയങ്ങൾ. ആ കക്ഷിയെ കാണുക. അതെന്തിന് പോരായി കണ്ടി പ്രതിപക്ഷത്തൊരു കക്ഷിയുണ്ട്, ആ കക്ഷിയെ കാണുക. ഇത് രണ്ടും പ്രബല ശക്തിയാണ്. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ BJPയുടെ കണ്ടോ. ഇത് BJP കണ്ട് കാണിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായില്ലേ. നിങ്ങൾക്ക് MP പോരാ, MP വേണം. പിന്നെ എന്താണ് നിങ്ങൾ എന്താ പറഞ്ഞത്? ചില ആൾക്കാർ പറഞ്ഞ് IBയുടെ കാണിച്ചിരുന്ന. IBയുടെ ഒന്നും കാണിക്കല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ഓരോ കൊല്ലത്തും ഭൂരിപക്ഷം കൂടുതൽ ജയിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ അതെല്ലാം നിങ്ങൾ ക്രിസ്തീയ MP-മാരോട് നിങ്ങൾ താക്കീത് കൊടുത്തില്ലേ, നിങ്ങൾ ബില്ലിന് അനുകൂലിക്കണമെന്ന്. ഇപ്പൊ കണ്ടില്ലേ, വീടിന് തലയില്ലാത്ത അവസ്ഥ എടുക്കാനല്ലേ. ഇതാണ് ഏത് ബുദ്ധിയുള്ള പൊന്മാനും പൊട്ടക്കഞ്ചിൽ മുട്ട എന്ന് പറയുമ്പോഴാണ്. അത് ബുദ്ധി കൂടിയാലും കുഴപ്പമാണ്, നമുക്ക് ബുദ്ധി കൂടായിരിക്കുന്നത് പ്രാർത്ഥിക്കാം. അപ്പം ഇത്തരണത്തിൽ ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ, നമ്മുടെ വിഷയം അതൊന്നുമില്ല. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളും കേന്ദ്രം തമ്മിലും അതിനൊരു സർക്കാരിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം ഉണ്ടായില്ല, ഒരു ഫയൽ കൊടുത്ത്. ഇപ്പോൾ സ്റ്റാലിൻ നമ്മുടെ റിട്ടയർഡ് ജസ്റ്റിസ് കോശി സാറിനെ വച്ചിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ട് എന്നറിയോ, സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഈ കോശി സാറാണോ 1000 കൊല്ലം വരെ ഡാമിൽ കുഴപ്പമില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതെന്നുകൊണ്ട് സംശയമുണ്ട്. അദ്ദേഹം സംശയമുണ്ട്, അദ്ദേഹം ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് സ്റ്റാലിൻ സാറേ, നിങ്ങളിപ്പോൾ ഓർഡർ ഇട്ട് ഇന്നലെയാണ് ഞങ്ങളിതിന് വർഷങ്ങൾക്ക് മുമ്പ് പേരിട്ട് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. ഇന്ത്യയിൽ സ്റ്റേറ്റുള്ളത് യൂണിയൻ സ്റ്റേറ്റ്സ് ആണ്, പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമല്ല. അതാണ് ഞങ്ങൾ ആ പാർട്ടി പേരിട്ട് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു 3000-ഓളം പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി യൂണിയൻ ഉണ്ടോ? ഇല്ലെന്ന് പറയാം. മുസ്ലിം ലീഗിൻ്റെ യൂണിയൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അതാണ്, യൂണിയനാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് മൊത്തമാണ്. അപ്പോൾ അതൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നല്ലതാണ്. എങ്കിലും ഇപ്പോഴും ചിലർ പറയുന്നത് പിന്നെ
പിണറായി സർക്കാർ വീണ്ടും വരുമെന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് മനസ്സിലാകുന്നില്ല. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് അങ്ങ് അത്ര ഈസിയല്ല. അത് ഞാൻ കണക്കെല്ലാം ഉദ്ദേശിച്ചു. ഇപ്പം ചിലർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ആ എലക്ഷൻ കണക്കുണ്ടല്ലോ, കണക്ക് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ബോധ്യം വരുന്നില്ല, മനസ്സിലാകും, ഒന്നും കൂടി വിശദീകരിക്കാമെന്ന് ചോദിച്ചു. അത് ഞാൻ നാളെ പറഞ്ഞ പോലെ ഇനി അത് ഫയൽ, ഇനി ഇത് ഇന്നത്തെ കഴിഞ്ഞ് ഇനി പറയില്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കേൾക്കുക, ഇത് കേട്ട് മനസ്സിലാക്കുന്നവർ പരമാവധി ഇത് മറ്റുള്ളവരിൽ എത്തിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അത് വോട്ടിൻ്റെ ജാതീയമാണ്. ഇപ്പോൾ എല്ലായിടത്തും ജാതീയമായിട്ടാണല്ലോ. പണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന സക്കീർ ഹുസൈൻ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിമായി എന്നെ നിർത്തി ജയിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഹിന്ദു ഭൂരിപക്ഷം മണ്ഡലം നിർത്തിയിട്ട് ജയിക്കൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തിയിട്ട് അദ്ദേഹം ഭൂരിപക്ഷം ജയിച്ചെടുത്തു. പക്ഷേ അത് വർഷങ്ങൾക്ക് മുമ്പ്, 60-70 വർഷം മുമ്പാണ്, അല്ല 50 വർഷം മുൻപാണ്. ഇന്ന് അങ്ങനെ ധൈര്യമുണ്ടോ? ഒരു ഏക്കാനെ കൊണ്ട് ഈ 99% മുസ്ലിങ്ങളിലെ തിരുവരങ്ങാടി കൊണ്ട് നിർത്തി ജയിപ്പിച്ചു. അത് അന്തക്കാലം. ഇന്നത്തെ ഇപ്പം അതും പറ്റുമെന്നല്ല, അത്ര കണ്ട് ഗ്രൂപ്പിസം ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജാതീയമായിട്ട് തന്നെ നോക്കി കണക്ക് പറയാം. വീണ്ടും പറയുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേൾക്കണം, ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവില്ല. ഒന്ന്, ഈഴവ്, ഇത് ഞാൻ പറഞ്ഞ എൻ്റെ സംശയമുള്ളവർക്കും ഇനി സംശയം ഉണ്ടിട്ട് മനസ്സിൽ വെച്ചിട്ടിരിക്കുന്നത് കൂടിയാണ് പറയുന്നത്, മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് കൂടിയാണ് പറയുന്നത്. ജയശങ്കർ പോലുള്ള വക്കീലിനെ കുറിച്ച് ദേഷ്യം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിദേശ മലയാളികൾ അതേപോലെയൊക്കെ പറഞ്ഞത് കേട്ടോ. ശരിക്ക് 23%. ഞാൻ വീണ്ടും വേണം ആവർത്തനം വിരസ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി പറയില്ല. 23% ഈഴവ് വിഭാഗം കേരളത്തിൽ. ആ 23% കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷനിൽ 70 മുതൽ 75% വരെ വോട്ട് ചെയ്തിരിക്കുന്നത് LDFനാണ്, അല്ലെങ്കിൽ CPMനാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അത് പിണറായി സർക്കാർ രണ്ടാമത് മുഖ്യമന്ത്രി ആകുന്ന പേരിൽ അത് 75 മുതൽ 80 വരെയായി. 75 മുതൽ 80 വരെയായി. ഇപ്പം മൂന്നാമത് കൂടി പിണറായി തന്നെ അധികാരത്തിൽ മുഖ്യമന്ത്രി ആകുന്ന കാണുന്നതുകൊണ്ട് വെള്ളാപ്പള്ളി മറ്റെല്ലാം ചേർന്നിട്ട് ഈഴവ വിഭാഗത്തിൽ ഒരു 90% വരെയും വോട്ട് LDFന് കിട്ടും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ബേസ്, അല്ലെങ്കിൽ അവരുടെ ബോണസെ കിട്ടുന്നത്. അതാണ് ഒരു 90% വരെ പ്രതീക്ഷ. ബാക്കി 10% ഉള്ളത്. ആ 10% വേണം 5% UDFനും 5% ആർക്കും പോകാൻ, BJPക്കും പോകാൻ. അല്ല ആലപ്പുഴ കിട്ടിയതുപോലെ അത്ര വോട്ടൊന്നും ഇനി കിട്ടില്ല. അത് BJP കൊണ്ട് ചെയ്ത വോട്ടല്ല, അത് ആർക്കും ഇതാണ്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ച അനീതിക്കും KC വേണു കാണിച്ച അപാകതയ്ക്കും പറ്റിയ മറുപടി കൊടുത്താണ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ 23% ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ BDJS വെള്ളാപ്പയുടെ ആശീർവാദത്തോടെ തുടങ്ങിയിട്ട് ഇതുവരെ കെട്ടിവെച്ച കാശ് കിട്ടിയ സ്ഥലമുണ്ടോ? ജയിച്ചില്ല പോട്ടെ. അത് ഇവിടെ പിന്നെ 2%, 3%, 5% ഒക്കെ ആൾക്കാർ 2-3 MLA ഉണ്ട്, 5-10 MLA ഉണ്ടല്ലോ. ക്രിസ്ത്യൻ സമുദായം 10 ഉള്ളൂ, അവർക്കും എത്ര 10-24 MLA ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ 5-10 MLA 10 MLAമാരുണ്ട്. എന്തേ BDJS കിട്ടാത്തത്? അപ്പോൾ BDJSയിലെ ഈഴവരിൽ 90%, 95% ആർക്കാണ്? BJPക്കല്ല. 90% ഇടതുപക്ഷം, 5% കോൺഗ്രസ്, 5% മാത്രമാണ് BJPക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിക്കൊള്ളണം. ഇനി വ്യക്തത ചോദിക്കിയത് വേറെ വിഷയങ്ങൾ വരുന്നുണ്ട്. രണ്ടാമതെടുത്താൽ നായർ സമുദായമാണ്. നായർ സമുദായം 9%. ഏഷ്യാനെറ്റിലൊക്കെ പറഞ്ഞത്, ഞങ്ങൾ 18 അവർ പറഞ്ഞത് 9%. ഈ 9%-ൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 50% നായർ വോട്ടും പോയത് BJPക്കാണ്. അതിന് മുൻപ് പോയിട്ട് നല്ല വോട്ട് പോയിട്ടുണ്ട്. ഇത്തവണ 70%, ആകെയുള്ള 70%. അപ്പോൾ 9 70% 63. അപ്പോൾ ഏതാണ്ട് 10 പേരുണ്ടെങ്കിൽ ഒരു 7 പേരും BJPക്ക് പോകും. ബാക്കി 3 കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കിട്ടുന്നത്. പിണറായി സഖാവും മറ്റേ UDFിലെ നേതാക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയാണ്, 3 വോട്ടാണ് ആകെ ഉള്ളതിൽ. 100 വോട്ടാണെങ്കിൽ 3 വോട്ടാണ് പിന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കിട്ടുന്നത്. മനസ്സിലായില്ലേ?
അപ്പോൾ നിങ്ങൾക്കറിയില്ല എത്ര വോട്ട് കിട്ടുമെന്ന്. പിന്നീട് ഉള്ളത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി 16% ഉണ്ട്. അതിൽ 6% കൺവേർട്ട് ക്രിസ്ത്യാണ്. അത് ക്രിസ്ത്യാനി എല്ലാ ദളിതില്ലാതെ പിന്നെ തൃശങ്ക് സ്വർഗ്ഗയിൽ നിൽക്കുകയാണ്. ബാക്കി 10% ഉള്ളത്. ആ 10% ഏതാണ്ട് 5%, എത്രയൊക്കെ BJP കളിച്ചാലും 5% വോട്ട് UDF കിട്ടും. ബാക്കി 5%, അതിൽ 3% കമ്മ്യൂണിസ്റ്റ്, 2% കോൺഗ്രസ് BJPക്ക് എന്ന് പറഞ്ഞാൽ 100 വോട്ടുണ്ടെങ്കിൽ 2 വോട്ട് മാത്രമാണ് BJP എത്ര തപസ് ചെയ്താലും ക്രിസ്ത്യൻ സമുദായത്തിൽ കിട്ടുന്നത്. അല്ല പിന്നെ കാസേക്ക് കൂസടായില്ല ക്രിസ്ത്യൻ സമുദായം കിട്ടുന്നത്. അവിടെ ഭരിക്കാൻ പറ്റുമോ? പിന്നെ ദളിതന് ഒരു 12% ദളിതന്, അതിലൊരു 65% LDF കിട്ടും. അപ്പോൾ ദളിതിൽ ഒരു 60%, ഈഴവാസിന് ഒരു 75-80%, 90% കിട്ടിയാൽ അപ്പോൾ ഏതാണ്ട് 23, 10, 31, 35% ഉണ്ട്. അതിൻ്റെ ഒരു 90%, ഒരു 27% വോട്ട് ദളിതിൽ നിന്നും ഈഴയിൽ നിന്നും മാത്രം LDF കിട്ടാം. 27% വോട്ട് കിട്ടിയാൽ ഒരു 30-30% വോട്ട് കിട്ടിയാൽ ഭരിക്കാട്ടോ. കളി അത്ര ഈസിയൊന്നുമല്ല പറയുന്നത്. CPM കിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരെ താഴ്ത്തണ്ട. പക്ഷേ ഇതിനെല്ലാം വകവെച്ചുകൊണ്ട് ഏതാണ്ട് സംഘപരിവാർ മുതൽ 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് 95% ചെയ്യും. 40%, 90% ഏതാണ്ട് 39% വരും. ആ 39% ബ്ലോക്കായിട്ട്, അത് UDFയുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ LDFയുടെ വിരോധം കൊണ്ടല്ല, അത് അവർ തീരുമാനിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ പോരായികെട്ടികളും UDF നശിക്കാൻ പാടില്ല, UDF നശിച്ച ആപത്താണ്, UDF ചെയ്യും. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം UDFന് അധികാരത്തിൽ വരാം. പക്ഷേ UDFയുടെ പോക്ക് കുതികാൽ വെട്ട് തന്തയില്ലാമയൊക്കെ കാണിക്കുന്നത് വളരെ ഗുരുതരമാണ്. അവർ തന്നെ പറയും, പാർട്ടിക്കാരനെ പറയുന്നുണ്ട്. നാളെ ഒരാൾ പറഞ്ഞ കോഴിക്കോട് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത്, ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒന്നും തള്ളുമൊക്കെ അതുണ്ടല്ലോ. എന്നൊരു കാർട്ടൂണിസ്റ്റ് പറഞ്ഞ് സാധാരണ CPMനാണ് ഈ CPMൻ്റെ സെക്രട്ടറി ഒരു കത്ത് എടുത്ത ഒരാൾ അത് അടുത്തുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം മാറി നിൽക്കും. കോൺഗ്രസ് മാത്രമല്ല, ഒരു നേതാക്കൾ വന്നാൽ ചുറ്റി അവൻ്റെ ഗ്രൂപ്പിൽ നേതാക്കളവരാണ്. ഇങ്ങനത്തെ ഒരു അന്തസ്സില്ലാത്തൊരു പാർട്ടിയും അതിൻ്റെ നേതാക്കളും. ഇവിടെ KPC പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ സമയം കൊടുക്കും. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തെ സംവിധാനം കൊടുക്കും. ബാക്കിയുള്ള കുറച്ച് മാറി നിൽക്കണം. അങ്ങനെ ഒരു കൾച്ചർ, ഒരു സംസ്കാരങ്ങൾ ഉണ്ടാക്കുക. കോൺഗ്രസോടെ പറഞ്ഞത് നിങ്ങൾ പഴയ അഭ്യാസം കാണിച്ച് കതർ ഷർട്ട് ചുളുക്കാതെയും ഗ്രൂപ്പ് ഉണ്ടാക്കി ഇനി ഭരണം കിട്ടില്ല. ഭരണം കിട്ടി ശരിക്കും പണിയെടുക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാന്യത എന്ന് പറയും. മാന്യത, കൾച്ചർ, സംസ്കാരം. അതെന്താണ്? നമ്മൾ അത് ക്ഷണിക്കാത്തടുത്ത് അല്ലെങ്കിൽ ക്ഷണിച്ചെടുത്ത് പോകാതിരിക്കുന്ന പോലെ തന്നെ തെറ്റാണ് ക്ഷണിക്കാത്തടുത്ത് പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അല്ലെങ്കിൽ ക്ഷണിക്കുന്നിടത്ത് പോകാതെ ഇരിക്കുന്ന പോലെ തന്നെ തെറ്റാണ് ക്ഷണിക്കാത്തടുത്ത് പോകുന്നു. എന്നോ ക്ഷണിച്ചെടുത്ത് നമ്മൾ പോകണം, ക്ഷണിക്കാത്തടുത്ത് പോകരുത്. അത് നിങ്ങൾ ക്ഷണിച്ചില്ലേ നിങ്ങൾ പിന്നെ എന്തിനാ വായി നോക്കി വെക്കണം? നിങ്ങൾ അല്പം മാറി നിൽക്കണം. അങ്ങനെ ഒരു സംസ്കാരം കീഴ്വഴക്കം കാണിക്കുന്നത്. ഈ രാജ്യം നിലനിൽക്കട്ടെ, ഈ രാജ്യത്ത് ജനങ്ങളും ജീവിക്കട്ടെ സമാധാനമായിട്ട്. അത് നിങ്ങളെയാണ് നിങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ അർപ്പിച്ച നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കളിച്ചും വിലയില്ലാതെ വഴിച്ചാൽ എന്ത് ചെയ്യും ജനങ്ങൾ? നിങ്ങൾ ആദ്യമായിട്ട് പറയുക, എന്നെ ക്ഷണിച്ചിൽ ഞാൻ മുൻപിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ അല്പം മാറി നിൽക്കുക. അല്പം മാറി എന്നതിൽ വരണ്ടെന്നല്ല. ആ ബഹളം ഉണ്ടാവുമോ? ഇതെന്ത് നാണക്കേടാണ്? ഉന്തും തള്ളും. പണ്ടൊക്കെയാണ് സ്റ്റേജ് തള്ളി പൊളിഞ്ഞാവും. ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ, കുറവ് വ്യത്യാസമുണ്ട്, ഇല്ലതല്ല, വളരെ വ്യത്യാസമൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആൾക്കൂട്ടക്കാരൻ്റെ സ്റ്റേജ് അണികൾ മുഴുവൻ സ്റ്റേജിൽ കയറും, പിന്നെ ഓഡിയൻസും കൊണ്ട് ആരുണ്ടാവില്ല, അത് സ്റ്റേജ് പൊളിഞ്ഞാലും. അതാണ് പണ്ടൊക്കെ. ഇപ്പം അത് കുറവുണ്ട്. അങ്ങനെ ചെയ്യില്ലേ? എന്നിട്ട് മാതൃക കാണിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ നിർത്താം. അത് വേറൊന്നുമല്ല. ഇപ്പോൾ ഞാൻ സംഖ്യയാണ് അല്ലെങ്കിൽ RSSകാരനാണ് എന്ന് പറയാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു പറ്റം ധീരന്മാർ വളർന്നു തന്നെ കാരാണ്. അത് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറയുന്ന ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ആർഷഭാരത സംസ്കാരവും നിങ്ങൾ പറഞ്ഞ ആ പോളിസി നമ്മൾ എന്താണ് യോജിപ്പ്?
നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ മുസ്ലിങ്ങൾ പ്രധാന ശത്രു, ക്രിസ്ത്യാനി രണ്ടാം ശത്രു, കമ്മ്യൂണിസ്റ്റുകാർ മൂന്നാം ശത്രു, ഇപ്പം നാലാമതൊരു ശത്രുണ്ട്, ജനാധിപത്യവാദികൾ. ജനാധിപത്യവാദികളായ ഹിന്ദുക്കളായി പോകണം ആ ശത്രുവാണ്. അങ്ങനെയാണ് പലരും കൊന്നതല്ലോ. നാം ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മുടെ സഹോദരന്മാരിൽ ഒരു പറ്റത്തെ ഉന്മൂലനാശം അല്ലെങ്കിൽ വംശഹത്യക്ക് തയ്യാറാകണം, എടുക്കണമെന്ന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കൾച്ചറൽ, ഒരു സംസ്കാരം എങ്ങനെയാണ് സാർ അതൊരു സംസ്കാരമായി വരുന്നത്? വംശഹത്യ യാതൊരു, പശുവിൻ്റെ പേരിലൊക്കെ തല്ലിക്കൊല്ലുമ്പോൾ ഒരു പരിചയം അവർ കണ്ടിട്ട് പോലുമില്ല, കണ്ട ആൾക്കാർ പോലുമില്ല. അങ്ങനെയോട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സംസ്കാരം, അതും ഋഷിമാരുടെ സംസ്കാരത്തിൽ ആർഷ സംസ്കാരമായിട്ട് എന്താണ് ബന്ധം? അതിൽ ശങ്കരാചാര്യർ പറഞ്ഞത്, അദ്ദേഹം കൃഷി ആർഷ സംസ്കാരത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം പറഞ്ഞു ഈ സംഘപരിവാറിലൊന്നും ഹിന്ദുക്കളല്ല, ജന്തുക്കളാണെന്ന്. സ്വാമി അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇത് ശരിയല്ല. ഇതിനറിയണമെങ്കിൽ ഈ സവർണ ഫാസിസം അല്ലെങ്കിൽ ബ്രാഹ്മണ ലോബിയുടെ അറിയണമെങ്കിൽ ഇന്ന് അബ്ദുള്ള, നമ്മുടെ എന്താണ് അബ്ദുള്ളക്കുട്ടിയില്ലേ, അബ്ദുള്ളക്കുട്ടി BJP ചേർന്നല്ലോ, എന്തോ ഒരു അവകാശമുണ്ട്. എന്നുള്ള വാരാണസിയിൽ ചെന്ന്, കാശിയിൽ ചെന്നപ്പോൾ ചിത്രം കാണിച്ചല്ലേ, പുള്ളി അപ്പുറത്തും അപ്പുറത്തും സീറ്റ് ഒഴിച്ചിട്ടേക്കാം, അയിത്തമാകും. അവിടെ ബ്രാഹ്മിൻസോ അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് സന്യാസി വന്നിരിക്കില്ല. അത് ഏതുപോലെ കവിത തിയേറ്റർ, കവിത തിയേറ്ററിൽ ഞാനൊക്കെ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ, ഞാൻ പൊങ്ങച്ചം പറഞ്ഞില്ല, അപ്പോൾ തിരക്കില്ലെങ്കിൽ എൻ്റെ അപ്പുറത്തും ഓരോ സീറ്റ് ഒഴിവാക്കിയിടും. അങ്ങനെ സീറ്റ് എനിക്ക് തരുള്ളൂ. കാരണം തിരക്കില്ലാത്തവർ, ഫുൾ തിരക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ അബ്ദുള്ളയുടെ അപ്പുറത്തും ഓരോ കസേര ഒഴിവാക്കിയിട്ടേക്കാം. കാരണം അത് തൊടാൻ പാടില്ല, അയിത്താവും. BJP ആൾ ചെല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെയാണ് സംസ്കാരം. അത് തന്നെയല്ല, റോഡ് നടന്നു പോകുമ്പോൾ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരമുള്ള മനുസ്മൃതി പറഞ്ഞത്, അതും ശരിയാണോ? ഞാൻ ജയശങ്കർ വക്കീൽ ചോദിക്കുക, ജയശങ്കർ വക്കീലൊക്കെ കോൺഗ്രസിന് RSSനെ ഒരുപോലെ കാണുന്നതൊക്കെ പറയുന്ന പോലെയാണ്. കണ്ടോ നിങ്ങൾ, കുഴപ്പമില്ല. പക്ഷെ എന്നിട്ട് നിങ്ങളാണ് നല്ലവൻ, നിങ്ങളാണ് പുണ്യവാളെന്ന് പറയരുത്. നിങ്ങൾ സംഘപരിവാരോട് പ്രവർത്തിച്ചോ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് CPIയുടെ മരിക്കണം, CPIയുടെ സ്ഥാനത്ത് കാണുന്നില്ല. ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് CPI കൊട്ടാൻ ഒഴിവാക്കാൻ പോണ്. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ AKG സെൻറ്ററിലേക്ക് റിസർച്ച് വിങ്ങിലേക്ക് എത്തുന്നുണ്ട്. ഞങ്ങൾ കളവൊന്നും പറയില്ല, സത്യം മാത്രമേ ഉള്ളൂ. കണക്കുകൾ ഉദ്യോഗമാണ്. CPI എന്ന പ്രസ്ഥാനം CPMൻ്റെ ചെലവിൽ ജീവിച്ച് ആളായിട്ട് ജയശങ്കർ വക്കീലിനെ പോലെയുള്ള പിണറായി സഖാവിനെതിരെ നിരന്തരമായിട്ട് എന്താ ചൊരിയുന്ന ആക്ഷേപങ്ങളും കുത്തുവാക്കും. അത് കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ ഈ CPIയുടെ നേതാക്കൾ. എടോ, നിങ്ങൾക്ക് ഒരു ഉളുമ്പ് വേണം, ഒരു ആത്മാർത്ഥ വേണം. നിങ്ങൾക്ക് പിണറായി സഖാവിൻ്റെ സഹകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ് പോകണം. നിങ്ങൾ പിണറായി സഖാവിൻ്റെ പേര് ഉപയോഗിച്ച് ആളായി സമ്പത്തുണ്ടാക്കിയിട്ട് ഈ ജയശങ്കർ വക്കീലിനെ പോലെയുള്ള CPIക്കാരെ അനുഭാവികളെ കൊണ്ട് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമോ? ഞങ്ങൾക്ക് അതിലൊക്കെ അമർഷമുണ്ട്, ദേഷ്യമുണ്ട്. നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ നിങ്ങളെ പാർട്ടി മാറണം, അല്ലെങ്കിൽ മുന്നണി നിന്ന് മാറണം, എന്നിട്ട് വിമർശിച്ചോ. അതല്ല, വേറൊരു കാര്യം പറഞ്ഞു CPIക്കാർ, ഔദ്യോഗികമായി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ പാടുള്ളത്. ഇത്രയും വലിയ ഫാസിസം വേറെ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, CPI എന്ന പറ്റി CPM പോലെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ CPI എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ സംഘപരിവാർ കഷ്ടമായിട്ട് ദൂഷിച്ചല്ലോ. ഈ പറഞ്ഞ ഇപ്പോഴത്തെ സെക്രട്ടറി പറയാണ്, അദ്ദേഹത്തിന് ഭാര്യ ക്രിസ്ത്യാനി, എൻ്റെ ഓർമ്മ, അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ്വാദികളാണ്. അത് പറയണത് യഥാർത്ഥ പാനലിനെതിരെ മത്സരിക്കരുത്, ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുക. അതെന്തൊരു ജനാധിപത്യമാണോ? അതെന്ത് ഇലക്ഷനാണോ? നമ്മുടെ നയനാർ ചോദിക്കണം, അത് എന്താടോ അത്? ഇങ്ങനെ മത്സരിക്കാൻ പറഞ്ഞാൽ ഇപ്പം സിനിമയിൽ അടൂർ ബാസിയോട് അഭിപ്രായം ചോദിച്ചാൽ അടൂർ ബാസി നിനക്ക് ഇഷ്ടമുള്ളതല്ല പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള നീ പറയണം, അതാണ് അഭിപ്രായം. അങ്ങനെയാണോ? മത്സരിക്കാൻ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞാൽ CPI പറഞ്ഞറിയോ, ആ ഔദ്യോഗികമായിട്ട് മത്സരിക്കുന്നതിനെതിരെ മത്സരിക്കാൻ പാടില്ല. അതെന്തൊരു മത്സരമാണത്? ആ മത്സരം പിണറായി സഖാവിനെ ഇത്രയും നിങ്ങൾ ജയശങ്കരെ കൊണ്ടൊക്കെ കുറ്റപ്പെടുത്തി നാണം കെടുത്തുകയും വായിച്ചു, തെറ്റല്ലേ അത്? നിങ്ങൾ CPI നിൽക്കുകയാണെങ്കിൽ CPI LDF കൂടെ നിൽക്കണം,
LDFിനോട് പോളിസിയോട് ചോദിച്ചു നോക്കണം. ചോദിച്ചു നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ പുറത്തു പോകണം. അതവിടെ മര്യാദ. കൂടെ നിന്നിട്ട് കാലുവാരി ശരിയല്ല. അപ്പം അതുകൊണ്ട് പറയാണ്, ഇതെന്ത് സംസ്കാരമാണ് സാറേ, ജയശങ്കർ സാറേ? അതാണോ ഒരു കൾച്ചർ എന്ന് പറയുന്നത്? ലോകത്ത് കണ്ടല്ലോ, ഇത് ഈ ലോകത്ത് അല്ല. അത് ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ EMS ഹിന്ദു പറയുമ്പോൾ ഉടനെ മുസ്ലിം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഉടനെ ലീഗിനെ പറഞ്ഞു, കാരണം നമുക്ക് തുല്യമാണല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗിന് മാത്രമേ ജാതി പേരിൽ ലോകത്തൊരു പാർട്ടിയുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ജാതി പാർട്ടിയില്ല. അതുപോലെ സംഘപരിവാറിന് മാത്രമല്ലേ കൂടെ ജനിച്ച സഹോദരങ്ങളെ വംശത്തേക്ക് പ്രേരിപ്പിക്കണം, അതിന് പ്രോത്സാഹിക്കണം പറയുന്ന ആ ഒരു കൾച്ചർ എന്ത് കൾച്ചറാണ്? അതാണ് നിങ്ങൾ വലിയ കൾച്ചറായിട്ട് വന്നത്. അതൊന്നും ഭാരത സംസ്കാരത്തിൽ ചോദിച്ചല്ല, ഭാഷ പല സംസ്കാരവും അതല്ല. അത് കുറച്ച് ദിവ്യമാണ്, വലിയ മഹത്വമാണ്. അതിനൊക്കെ പേരുദോഷം ഉണ്ടാക്കുന്നതാണ്. അത് കുറേ ഇപ്പോൾ ക്രിസ്തീകളും കുറേ സംഖ്യകളും ഒക്കെ വന്ന് അതിന് ചെയ്യണം. ആകെ മലീമസമാക്കി വന്നാൽ മതിയല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ സംസ്കാരം എല്ലാവരും ചേർന്ന് മലീമസമാക്കി. ഇപ്പോൾ ആൾക്കാർ ചത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മ മരുമോനോട് ഒളിച്ചു കൊടുക്കുന്നു, അമ്മായിയമ്മോട് ഒളിച്ചു എന്നോട് എന്തെല്ലാം ദോഷ തല്ലിക്കൊല്ലും പരസ്പരം. ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ്. ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആഗ്രഹം, അപ്പോൾ വാശി കയറും അല്ലെങ്കിൽ ആദ്യ കയറും, എന്ത് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ചാവുന്നത്. വണ്ടിയപകടം, മറ്റപകടമൊക്കെ. ഇതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്തിയേക്കാം. അത് അവസാനം പൊടിക്കുകയാണ്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുണ്ടല്ലോ, AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന് മകൻ ഒരു കാര്യം പറഞ്ഞു. അവർ യുനാനി അല്ലെങ്കിൽ ഹംദർദ് അല്ലെങ്കിൽ അക്യുപഞ്ചർ ചികിത്സയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഗർഭിണികൾക്കൊക്കെ ചികിത്സയുണ്ടെന്ന് പറഞ്ഞു, പിന്നെ രോഗികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, റൂഹിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ രക്ഷപ്പെടുത്തതാണ്. അത് കേട്ട് ഒരു വിഡ്ഢി പറഞ്ഞറിയോ, ശവമായിട്ട് അവിടെ ചെന്നാൽ ജീവൻ ഇട്ട് വരുന്നതാണ്. ഞാൻ അതുകൊണ്ട് രണ്ടും നോക്കി. ഞാനൊരു സംഭവം കേട്ടാൽ ഞങ്ങൾ അത് കുലങ്കഷമായിട്ട് തിരിച്ചും മറിച്ചും പഠിക്കും, അല്ല ഒറ്റവാക്കിൽ ഉത്തരം പറയില്ല. അങ്ങനെ പഠിച്ചപ്പോൾ മുസ്ലിയാർ, കാന്തപുരത്തിൻ്റെ മകൻ പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞത്, റൂഹ് എന്ന ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹാരം കാണാം. ഇതിന് ഞങ്ങളും പറഞ്ഞത്, ജീവൻ വെച്ച് വാങ്ങി എന്തിനും പരിഹാരം കാണാം, ജീവന് പരിഹാരം കാണാൻ പറ്റില്ല. അപ്പോൾ ജീവനുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം. അതാണ് മുസ്ലിയാർ പറഞ്ഞത്. അതിന് പറഞ്ഞൊരു പമ്പര വീട്ടി അവിടുത്തെ സ്റ്റാഫ് ലേഡിയോട് വിളിച്ചു ചോദിച്ച്, ഒരു ശവമായിട്ടുണ്ട്, ഒരു ശവം കൊണ്ടുവന്നാൽ ജീവൻ ഇരിക്കാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് ചോദിച്ചു. ആ കുട്ടി അമ്പലത്ത് കൊണ്ട് അവരിലും അറിയോ? അപ്പം അങ്ങനെയുള്ള കാര്യം പറഞ്ഞ് ഞങ്ങൾ ചില കാര്യത്തിലൊക്കെ മുസ്ലിയാർ ആ സംഘടന വിമർശിക്കും. അത് ന്യായമാണ്. അല്ലാതെ വഴി പോകുന്നതെല്ലാം ആവശ്യമില്ല വിമർശിക്കും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയേണ്ടത് കേട്ടാണ്. നമ്മുടെ ഈ NDAയിലെ ഒരു ഘടകകക്ഷിയാണ് നമ്മുടെ LJPയുടെ ഇല്ലേ, ഇപ്പോൾ BJP NDA മുന്നിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ഈ പലരും വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അർത്ഥം, ഒരാൾ എല്ലാ കാലത്തേക്കും എല്ലാവരും കുറേ കാലത്തേക്ക് പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തെയും പറ്റിക്കാനും വഞ്ചിക്കാനും സാധ്യമല്ല. എബ്രഹാം ലീഗിൻ്റെ വാക്ക് കടമെടുത്ത് പറയാണ്, NDA ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ലെന്ന ഓർമ്മ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താറും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.